നമസ്കാരം. ഹരിയാനയിലെ പഞ്ച്കുലയിലെ ഒരു കുടുംബത്തിലെ 3 കുട്ടികളടക്കം 6 പേരെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചു. ഡെറാഡൂണിൽ നിന്നുള്ള കുടുംബമാണ് ജീവനൊടുക്കിയത്. കടക്കെണിയാണ് ആത്മഹത്യയ്ക്ക് പിന്നിൽ. ഹിസാർ സ്വദേശിയായ 42-കാരനായ പ്രവീൺ മിത്താൽ, ഇയാളുടെ ഭാര്യ, 2 പെൺമക്കൾ, ഒരു ആൺകുട്ടി, പ്രായമായ മാതാപിതാക്കൾ എന്നിവരെയാണ് ജീവനൊടുക്കിയ നിലയിൽ പ്രദേശവാസികൾ കണ്ടെത്തിയത്. ഹിസാറിലെ ബർവാല സ്വദേശിയാണ് പ്രവീൺ മിത്തൽ. പഞ്ച്കുലയിലെ സഖേത്രിയിൽ ടാക്സി ഡ്രൈവറാണ് ഇയാൾ. മിത്തലിന് ഏകദേശം 20 കോടി രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നാണ് ബന്ധു പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഹിമാചൽ പ്രദേശിലെ ബാദിയിൽ മിത്തൽ ഒരു സ്ക്രാപ്പ് ഫാക്ടറി ആരംഭിച്ചിരുന്നു. ബാങ്ക് ലോൺ എടുത്ത് തുടങ്ങിയ ഫാക്ടറി ആയിരുന്നു ഇത്. അടവ് മുടങ്ങിയതോടെ ബാങ്ക് ഫാക്ടറി പൂട്ടി സീൽ വെച്ചു. 2 ഫ്ളാറ്റുകളും വാഹനങ്ങളും അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് സ്ക്രാപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടതിന് പിന്നാലെയാണ് പ്രവീൺ മിത്തലിന് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. കടം പെരുകിയതോടെ പ്രവീൺ മിത്തൽ ഡെറാഡൂണിലേക്ക് താമസം മാറ്റുകയായിരുന്നു. 6 വർഷത്തോളം കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഈ സമയത്ത് ഏകദേശം 20 കോടിയുടെ കടബാധ്യതയാണ് പ്രവീണിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് 2 ഫ്ളാറ്റുകളും വാഹനങ്ങളും ബാങ്കുകാർ കണ്ടുകെട്ടിയിരുന്നു. പിന്നീട് പഞ്ചാബിലെ ഖരാറിലേക്കും അവർ താമസം മാറ്റി. അവിടെ നിന്ന് ഭാര്യാപിതാവിനോടൊപ്പം ഹരിയാനയിലെ പിഞ്ചോറിലും കുറച്ചു കാലം താമസിച്ചു. 1 മാസം മുമ്പ് പഞ്ച്കുളയിൽ തിരിച്ചെത്തിയ പ്രവീൺ ഇവിടെ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. തിങ്കളാഴ്ചയാണ് നാടിനെ നടുക്കിയ കൂട്ട ആത്മഹത്യാ വിവരം പുറത്തു വന്നത്. ഡെറാഡൂണിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെ വഴിവക്കിലായിരുന്നു ഇവർ ആത്മഹത്യ ചെയ്തത്. കാർ ഏറെ നേരം വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് നാട്ടുകാരിൽ ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് കാർ മറ്റെവിടെയെങ്കിലും മാറ്റി പാർക്ക് ചെയ്യാൻ ഇയാൾ ആവശ്യപ്പെട്ടു. കാറിന്റെ ചില്ലുകൾ തുണി ഉപയോഗിച്ച് ഉള്ളിൽ നിന്നും മറച്ച നിലയിൽ കണ്ടപ്പോൾ തന്നെ പ്രദേശവാസിക്ക് സംശയം തോന്നി. തുടർന്ന് ഇദ്ദേഹവും സഹോദരനും കാറിനരികിൽ ഇരിക്കുകയായിരുന്ന പ്രവീണിനോട് കാര്യം ചോദിച്ചു. എവിടെ നിന്ന് വരികയാണെന്നും എന്താണ് വാഹനം നിർത്തിയിട്ടിരിക്കുന്നതെന്നും അന്വേഷിച്ചു. താനും കുടുംബവും ബാഗേശ്വർ ഡാമിൽ നിന്നും മടങ്ങുകയാണെന്നും ഹോട്ടൽ മുറി കിട്ടാത്തതിനാലാണ് കാർ നിർത്തിയിട്ട് വിശ്രമിക്കുന്നതെന്നുമായിരുന്നു പ്രവീൺ നൽകിയ മറുപടി. ഇതോടെ മാർക്കറ്റ് ഭാഗത്തേക്ക് കാർ മാറ്റിയിടുന്നതാണ് ഉചിതമെന്നും നാട്ടുകാരൻ പ്രവീണിനോട് പറഞ്ഞു. തുടർന്ന് പ്രവീൺ കാർ മാറ്റിയിടാനായി എഴുന്നേറ്റതോടെ നാട്ടുകാരന് കൂടുതൽ സംശയം തോന്നി. പിന്നീട് ഇവർ ഛർദ്ദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ അസ്വാഭാവികത തോന്നി കാറിനുള്ളിലുള്ള ഒരാളെ പുറത്തെടുത്തു. ഇയാൾക്ക് മാത്രമേ ബോധമുണ്ടായിരുന്നുള്ളൂ. കടക്കണിയിലായതിനാൽ ആത്മഹത്യ ചെയ്യുകയാണെന്നും 5 മിനിറ്റിനുള്ളിൽ താനും കുടുംബവും മരിക്കുമെന്നും ഇയാൾ നാട്ടുകാരോട് പറഞ്ഞു. നാട്ടുകാരുടെ സഹായത്തോടെ കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സന്ദീപ് അഗർവാൾ എന്ന ബന്ധുവാണ് ഈ വിവരങ്ങൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ബാഗേശ്വർ ഡാമിൽ നടന്ന ആത്മീയ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് കുടുംബം ജീവനൊടുക്കിയത്. ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. കാറിൽ നിന്ന് പ്രവീൺ മിത്തൽ എഴുതിയതെന്ന് കരുതുന്ന ഒരു ആത്മഹത്യക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. കടം കാരണമാണ് ജീവൻ ഒടുക്കുന്നതെന്നും ബന്ധുവായ സന്ദീപ് അഗർവാൾ തങ്ങൾക്ക് വേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്നും കുറിപ്പിൽ കുറിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു.